ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും അതുപോലെ തന്നെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു സ്ഥാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? അവര് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, അതുപോലെ തന്നെ അവര് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ്, ദ ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ അത്രയും ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. വളരെയധികം ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് തോന്നുന്നത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു സംസാരങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ചിലപ്പോൾ തീർത്തും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികമായിട്ട് അവരെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. വെയിറ്റിംഗ് എനർജിയാണ് നമുക്ക് കൂടുതൽ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നു. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഇതിലൊരു മുന്നോട്ട് പോകില്ല എന്ന രീതിയിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ വരും എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അത്രയധികമായിട്ട് സന്തോഷം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് ഒത്തിരി ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം സന്തോഷമാണ് അവർക്കുള്ളത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ഉണ്ടെന്ന് തന്നെ അവർ മറന്നുപോകും. ഈ ഒരു ലോകമുണ്ടെന്ന് തന്നെ അവർ മറന്നു പോകും. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്, ആഴത്തിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അട്രാക്ഷനാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് നിങ്ങളോടുള്ള പ്രണയം വളരെയധികം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സാധനം അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നും തന്നെ കഴിയില്ല. അത്രയ്ക്കധികം സ്നേഹം നിങ്ങളോടുണ്ട്. അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവർക്കുണ്ട്. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വ്യക്തി ഇത്രയും നാളുകളായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് കഴിയാതെ പോയത് ഇവർക്ക് ഞാൻ വിചാരിക്കുകയാണ്. അത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നമുക്കിവിടെ ഒത്തിരി കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കാം അവർക്ക് ഒരു കോണ്ടാക്റ്റ് വരാനായിട്ട് കഴിയാതെ പോയത്. പിന്നെ നിങ്ങൾ തമ്മിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു, അത് ഇച്ചിരി വലിയ ഗ്യാപ്പായി, പിന്നെ വലിയ ഗ്യാപ്പ്. അപ്പൊ പിന്നെ അവർക്കൊന്ന് പെട്ടെന്ന് കടന്നു വരാൻ പറ്റുന്നില്ല. ഇനി എന്ത് വിചാരിക്കും, ഇത്രയും നാളെ സംസാരിക്കാതിരുന്നല്ലോ, ഇനി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ അതും ഒരു സൈഡിലുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു സമയങ്ങളിലെല്ലാം തന്നെയും
അവരുടെ മനസ്സിൽ ഒരു പ്രീഷ്യസ് ആയിട്ട് നിങ്ങളെ വെച്ചിരുന്നു. നിങ്ങൾ തന്നെയാണ് ഏറ്റവും വിലയുള്ള ഒരു കാര്യം എന്ന നിലയിലാണ് അവർ നിങ്ങളെ നിലനിർത്തിയിരുന്നത് എന്നാണ് കാണാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ഓർക്കുന്നത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം തന്നെ അത്രയും വിലപ്പെട്ടതായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് ആ ഒരു ഫേസ് കടന്നു പോന്നിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ ഒരു സന്തോഷം, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും അവരുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളോടുള്ള പ്രണയമാണ്. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ആശ്വാസത്തോടെ, ഒരു സന്തോഷത്തോടെ നിങ്ങളിലേക്ക് എത്താം, ഒരു പ്രതീക്ഷ. അവിടെ ആ ഒരു വ്യക്തി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പം ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ അവർ എത്തുകയാണ്. നിങ്ങളോടുള്ള ആ ഒരു പ്രണയമാണ്, അത് തുറന്നു പറയാനായിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ഓടിയെത്തുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളെ അവര് മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയി എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ട്. ഈ വ്യക്തി ഒന്നും പറയാതെ ഒരു തികച്ചും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സഡൻ ആയിട്ട് ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം നിങ്ങൾക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ളത് അത്തരത്തിലായിരിക്കാം. പെട്ടെന്ന് സഡൻ ആയിട്ട് എല്ലാം നിർത്തിയിട്ട് പോയൊരു അവസ്ഥയായിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളോട് ഒന്നും പറയാതെ പോയതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നു, അവർക്ക് ഒത്തിരി കുറ്റബോധം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അവസ്ഥകളിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി, ഇനി ഇതിനൊരു മാറ്റവും സംഭവിക്കില്ല, ഇത്രയും പ്രശ്നങ്ങൾ വന്നു, ഇനി ഇതെങ്ങനെയാണ്, ഇതിനൊരു റീസ്റ്റാർട്ട് ഒന്നും ഒരിക്കലും സാധ്യമാവില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഇവിടെ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും അവരൊരു മുന്നോട്ട് വന്നിട്ട് ഒരു മുൻകൈയൊക്കെ എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവർക്കുള്ളത്. ഈ വ്യക്തിയിൽ ഉള്ളത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ഈ വ്യക്തി ഒരിക്കലും തിരികെ വരില്ല, സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് മാറിപ്പോവും, ഇവർക്ക് മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനോ, അല്ലെങ്കിൽ മറ്റേ സൊസൈറ്റി എന്ത് വിചാരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കാണും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർക്ക് സാധിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളിൽ ഉണ്ട്. അപ്പൊ ഉണ്ടെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ്, നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു ഈ വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തിയുടെ ലൈഫ് തന്നെ നിങ്ങളാണ്, പ്രതീക്ഷ നിങ്ങളാണ്, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇനി ഒരിക്കലും നിങ്ങളെ ഒരു കാര്യത്തിനും വേണ്ടി വിട്ടുകളയാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യത്തിനും വേണ്ടി നിങ്ങളെ വിട്ടുകളയാനായിട്ട് തയ്യാറാകും. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ. നമ്മൾ നോക്കിയിരുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനമാണ്, അത് വളരെ വലിയൊരു സ്ഥാനമാണ്, അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ സാഹചര്യം ഏതായിരുന്നാലും അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് ഓപ്പോസ് ചെയ്ത് നിങ്ങളുടെ അരികിൽ വരണമെന്ന് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു വലിയ സ്ഥാനം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് സെയിം ഫീലിങ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്കും അതേ രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മിററിങ് എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും. അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടാകാം, ഒരുപാട് തരത്തിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു
വ്യക്തി ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു പേഴ്സണും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിലും ഈ ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജി ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ രണ്ടുപേർക്കും ഉള്ളത് ആ ഒരു രണ്ടുപേർക്കും വളരെയധികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള പ്രണയം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയധികം നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റിയൂണിയനിലേക്ക് എത്തിച്ചേരണമെന്ന്. രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഒരു ആഴത്തിലാണ് എന്നാണ് കാണുന്നത്. അവർക്ക് ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രയും ഒരു ശ്രമകരമായ കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി അത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ എതിരായിട്ട് പോലും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അത്രയും അധികമായിട്ട് ഡ്രീം ചെയ്യുന്നു, സ്വപ്നങ്ങൾ കാണുന്നു. അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളെ കാണണം. മേ ബി അവർ നിങ്ങളുടെ ഒരു പിക്ചറൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിക്ചറൊക്കെ നോക്കുന്നുണ്ടാവാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റു വ്യക്തിയിൽ നിന്നുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ അറിയാതെ ഈ ഒരു വ്യക്തി ഒരുപാട് തരത്തിൽ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അവർക്കറിയണം ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ആളുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്കറിയണം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിൽ വന്നു ചേരും. അപ്പോൾ ഒരു റിയൂണിയൻ സാധ്യമാവുകയും ചെയ്യും. ആ ഒരു എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 11:11 ആണ്. രാവിലെ 11:11 ഏറ്റവും നല്ല സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു 7 days എങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. ആ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടൈമിൽ ആരും അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തരുമോ എന്ന് ഒരിക്കലും യൂണിവേഴ്സിന്റെ അടുത്ത് ഒരു യാചനാ സ്വരത്തിലായിട്ട് ചോദിക്കരുത്. എല്ലാവരും ഡിമാൻഡ് ചെയ്യണം, എനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒരു സ്നേഹം കൊടുത്തതാണ്, അപ്പൊ എനിക്ക് ആ സ്നേഹം തിരിച്ച് കിട്ടണം. അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സുകളിലുള്ള ആഗ്രഹങ്ങൾ ഒരേപോലെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് സാധ്യമാകുന്നുണ്ട്. എനർജീസ് എക്സ്ചേഞ്ച് ആകുന്നുണ്ട്. അതിന്റെ ഒരു ഫലം ഈ ഒരു ഇതിലുണ്ടാകും, ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുത്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാർഡ്സുകളിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. I feel empty without you. I am changing and learning some hard lessons right now. Okay, അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളില്ലാത്തത് കൊണ്ട് വളരെയധികം ശൂന്യത അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ പല കാര്യങ്ങളും വളരെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള പല ലെസൺസും അവർ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങളുടെ ഒരു പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, I did not realize earlier that this love is deep inside me. Okay, അവർ ആദ്യ സമയത്ത് ഒന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു സ്നേഹബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ബന്ധമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊരു കാര്യം പറയുകയാണ്. ഓക്കെ, ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ഈ റിലേഷൻഷിപ്പിന്റെ റീയൂണിയന്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗീവ് മീ അനദർ ചാൻസ്. എനിക്കൊരു ചാൻസും കൂടി തന്നാൽ. അപ്പോൾ ഒത്തിരി വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മളൊരു സെപ്പറേഷനിലേക്ക് പോയ ആളുകളാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചോദിക്കുകയാണ് എനിക്കൊരു ചാൻസും കൂടി തരാനായിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞത് ആ ഒരു സമയം മുതൽ ഇവർക്ക് മിസ് ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫാസ്റ്റ്. ഓക്കെ,
അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ദിവസം, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർത്തു വയ്ക്കുന്നു എന്ന് പറയുകയാണ്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് റീഡിങ്ങിലും കിട്ടിയത്. നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ അത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു മാരീഡ് ലൈഫൊക്കെ അവർ ആഗ്രഹിക്കുന്ന എനർജീസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, എപ്പോഴും അവർക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാനാണ് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും എന്ന് അവർക്കറിയില്ല. അതിനു വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിൽ ഓൾറെഡി മനസ്സിലായത് ഒരു ഡിസിഷനൊക്കെ എടുത്ത് അവർ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. 1987, 1 month, expect miracle. Okay, number 23, number 34, police എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1994, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. 48 hours. ഓക്കെ, letter S, വയനാട് district. 1997, letter L, video game. Number 46, flowers. Number 48, tomorrow. Tattoo on neck. കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 47, 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത്, ഡ്രൈവർ. നമ്പർ 33, 1978, പെയിന്റിംഗ്. 42, number 41, number 28, letter R, ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എറണാകുളം ഡിസ്ട്രിക്ട്, റൈഡർ, ക്രേസി. നമ്പർ 55, number 38, number 45, ഹിയറിംഗ് ഇഷ്യൂസ്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ഡിസംബർ മന്ത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.